അങ്ങനെ കാഠ്മണ്ഡു എത്തി. ഇത് 5ാമത്തെ ദിവസമാണ്. ഇന്ന് കാഠ്മണ്ഡുവിനോട് ബൈ പറഞ്ഞ് ഇനി നേരെ പ്ലാന് പൊക്രയ്ക്ക് പോകാനാണ്. പൊക്ര രാവിലെ 6 മണിക്ക് തന്നെ ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. ഇവിടുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബസ്സുള്ളൂ, രാത്രി ബസ്സില്ല. അപ്പോൾ ഇവിടുന്ന് പൊക്രയ്ക്ക് ബസ്സുണ്ട്. അപ്പം പൊക്രയ്ക്കുള്ള ബസ് പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ബസ്സിൽ കയറാമെന്ന് വെച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കണമെങ്കിൽ ഇവിടെ രാവിലെ കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്രയ്ക്ക് കൃത്യം 201 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ 201 കിലോമീറ്റർ ആണെങ്കിലും രാവിലെ ഞാനിപ്പോൾ 7:30 ബസ്സിൽ കയറിയതാണ്. പക്ഷേ ബസ് ഇനി പൊക്ര എത്തണമെങ്കിൽ വൈകുന്നേരം 4-5 മണിയാവും. 201 കിലോമീറ്ററേ ഉള്ളെങ്കിലും വഴി ഭയങ്കര മോശമാണ്. പിന്നെ ഹിമാലയൻ മലകളും താഴ്വാരങ്ങളൊക്കെ കയറി ഇറങ്ങിയുള്ള യാത്രയാണ്. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ബസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. അപ്പം ഇവിടുന്ന് വല്ലതും കഴിക്കാമെന്ന് വെച്ചു. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നാ പറയണ്ടത്, നാട്ടിലെ പോലെ വലിയ ഹോട്ടലൊന്നുമില്ല. അങ്ങനെ ഈ കടയിലേക്ക് വന്നപ്പോൾ ഇവിടെ കടയൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഈ കടയുടെ പുറവശത്തെ കാഴ്ച കണ്ടു കേട്ടോ, വളരെ മനോഹരം കേട്ടോ. ഇതാണ് ഹിമാലയൻ താഴ്വാരം. ഇങ്ങനെയാണ് ഹിമാലയൻ താഴ്വാരം. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ കുറച്ച് സീറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ബിസ്ക്കറ്റ് ചായ കഴിച്ചു. പിന്നെയും യാത്ര. ബസ്സിലാണെങ്കിൽ നല്ല സൗത്ത് ഇന്ത്യൻ സിനിമയാണ്, തെലുങ്ക് സിനിമ, നല്ല ആക്ഷനായിട്ടുള്ള സിനിമ. ഇതിന് ഒത്തിരി ഫാൻസ് ഉണ്ട് കേട്ടോ ഈ നേപ്പാളിൽ. നമ്മൾ ഈ കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്രയ്ക്ക് പോകുമ്പം പകുതി വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന വഴി തന്നെയാണ്. ഇതേ വഴി തന്നെയാണ്, ഇതേ വഴിയിലെ കാഴ്ച കണ്ടിട്ട് തന്നെയാണ് നമ്മൾ കാഠ്മണ്ഡുവിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ കാഠ്മണ്ഡുവിലേക്ക് പോകുമ്പോൾ ഈ ഹിമാലയൻ താഴ്വാരം, ഇവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയ മലയുടെ താഴെയുള്ള താഴ്വാരങ്ങൾ, അടിവാരങ്ങൾ, അവിടെ കൃഷി ചെയ്യുന്നത്. ഈ നമുക്ക് എന്നാ പറയണ്ടേ, ഈ താഴ്വാരങ്ങളും മലയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കേരളത്തിലൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒറ്റയടിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് റോഡ് ചെന്ന് കഴിഞ്ഞാൽ മലയും കാണാം, താഴ്വാരം കാണാം. നമ്മൾ ഗോരഖ്പൂരിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ കാഠ്മണ്ഡുവിൽ നിന്ന് തിരിച്ച് പൊക്രയ്ക്ക് പോകുമ്പോഴൊക്കെ ഈ റോഡിന് താഴെ കാണുന്ന നദിയുണ്ടല്ലോ, ഇതാണ് ഗണ്ഡകി റിവർ. റോഡിന് താഴെ ഗണ്ഡകി റിവറും റോഡിന് മുകളിൽ വലിയ കുന്നുകളും. ഇതാണ് ചുരുക്കത്തിൽ നേപ്പാളിലേക്കുള്ള യാത്ര. പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ യാത്രയാട്ടോ ഈ നേപ്പാളിലേക്കുള്ള യാത്ര. അങ്ങനെ ഉച്ചയായി. ബസ് പിന്നെയും ഒരിടത്ത് നിർത്തി ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് കഴിക്കാൻ. അങ്ങനെ ഇവിടെയാണ് ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ ലഞ്ച് കഴിച്ച് പിന്നെയും യാത്ര തുടർന്നു. കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായപ്പോഴത്തേക്കും എന്നാ പറയേണ്ടത്, ആ യാത്രയുടെ സുഖം മാറിക്കിട്ടി. കാരണം റോഡ് പണി നടക്കുന്നു, ഒടുക്കത്തെ പൊടി, വിൻഡോ തുറക്കാനും പറ്റില്ല, നല്ല ചൂടാണ് താനും, വണ്ടിയിൽ എ സി നന്നായിട്ട് വർക്കാവുന്നില്ല. പിന്നെ എന്നാ പറയേണ്ടത്, പൊടി കാരണം ഒന്നും കാണാനും പറ്റില്ല. പിന്നെ റോഡ് കുലുങ്ങി നടുവൊടിഞ്ഞു. ഏതായാലും ഹിമാലയൻ താഴ്വാരങ്ങളൊക്കെ കണ്ടുള്ള യാത്ര അത് നടുവൊടിഞ്ഞ് എന്ന് പറയാം. അങ്ങനെ അവസാനം പൊക്രയെത്തി. കാഠ്മണ്ഡുവിനെ പോലെ തന്നെ നേപ്പാളിൽ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഏറ്റവും വലിയൊരു സ്ഥലം കേട്ടോ ഈ പൊക്ര. കാഠ്മണ്ഡുവിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി അമ്പലങ്ങളുണ്ട്. പക്ഷേ ഈ പൊക്രയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി നാച്ചുറൽ ബ്യൂട്ടി, അത് എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടെ വരണം പൊക്രയിൽ. ബസ് ഇറങ്ങി ആദ്യം ഞാൻ തന്നത് ചായ കുടിക്കാനാണ്. അങ്ങനെ ചായ കുടിച്ചു, ഭക്ഷണം കഴിച്ചു. പിന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ഹോട്ടലിലേക്ക് നടന്നു. അങ്ങനെ ഹോട്ടലിലേക്ക് ഇന്നിവിടെ കിടന്ന് നാളെ രാവിലെ പൊക്രയിലെ കാഴ്ചകളിലേക്ക്. രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒന്നും കടകളൊന്നും തുറന്നിട്ടില്ല. പക്ഷേ 6 മണിക്ക് തന്നെ എഴുന്നേറ്റു. കാരണം പൊക്രയിൽ മൊത്തം കറങ്ങാൻ ഞാനിവിടെ ഒരു 1 ഡേ ടൂർ പ്ലാൻ ചെയ്യുന്ന ഒരു ബസ് കമ്പനികളൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാകുമ്പം പൊക്രയിലുള്ള സ്ഥലങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാം. അങ്ങനെ ചായ കുടിച്ചു ബസ്സുകാരെ വിളിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഇനി എൻ്റെ യാത്ര, ഇന്നത്തെ യാത്ര ഈ ബസ്സുകാരാണ് സിറ്റി ടൂർ മൊത്തം കറങ്ങാൻ പ്ലാന്. പൊക്ര സിറ്റി ടൂർ എന്ന് തന്നെ പറയാം. എന്നെക്കാട്ടിലും മുമ്പ് തന്നെ ആൾക്കാർ വന്ന് ബസ്സിൽ കയറി സീറ്റ് പിടിച്ച് ഇരിപ്പുണ്ട്. മുമ്പിലൊന്നും സീറ്റ് കാലിയില്ല. അങ്ങോട്ട് ഞാൻ നേരെ പുറകോട്ട് പോയി പുറകിലിരുന്നു. കൃത്യം 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ ബസ് ഏതായാലും പൊക്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് വിട്ടു. ഇനി യാത്ര മൊത്തം ഏകദേശം 7 സ്ഥലങ്ങളുണ്ട്. വൈകുന്നേരം 6 മണി വരെയും ഇനി ഈ ബസ്സിലാണ്. പൊക്രയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇനി ഈ ബസ്സിലാണ് ഇന്നത്തെ യാത്ര.
ഈ പൊക്ര എന്ന് പറയുന്നത് നേപ്പാളിലെ സെൻട്രായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പൊക്ര ഇതൊരു മെട്രോപോളിറ്റൻ സിറ്റിയാണ്. കാഠ്മണ്ഡു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സിറ്റിയും കൂടെയാണ് ഈ പൊക്ര. ഏകദേശം 6 ലക്ഷത്തോളം ആൾക്കാർ, അല്ലെങ്കിൽ 1,20,000 വീട്ടുകാർ, ഹൗസ് ഹോൾഡ് ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് സെൻസസ് പറയുന്നത്. പിന്നെ ഏരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നേപ്പാളിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഈ പൊക്ര. ലോകത്തിൽ തന്നെ ഏറ്റവും 3 ഹയസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും പൊക്കമുള്ള 3 സ്ഥലങ്ങൾ, അതിൽ ഒന്ന് അന്നപൂർണ്ണയാണ്, ഹിമാലയത്തിലെ അന്നപൂർണ്ണ ക്യാമ്പ്. അത് ഇവിടുന്ന് ഈ പൊക്രയിൽ നിന്ന് കൃത്യം 24 മുതൽ 56 കിലോമീറ്റർ വരെയുള്ളൂ ഈ അന്നപൂർണ്ണ ക്യാമ്പിലേക്ക്. ഹിമാലയത്തിലേക്ക് ട്രെക്കിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ സ്ഥലം കേട്ടോ ഈ പൊക്ര. ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്നപൂർണ്ണ ക്യാമ്പിലേക്കൊക്കെ ട്രെക്കിങ്ങിന് പോകുന്ന ഒത്തിരി ഏജൻസികളുണ്ട്. പക്ഷേ റേറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 50,000 മുതൽ 1,00,000 രൂപയൊക്കെയാണ് ഈ ട്രെക്കിങ്ങിനുള്ള റേറ്റ് വരുന്നത്. അത് ഓരോ ദിവസത്തെ എത്ര ദിവസത്തേക്കാണോ അതനുസരിച്ചുള്ള പാക്കേജസാണ്. എൻ്റെ പ്ലാന് ഇന്ന് മൊത്തം ഈ പൊക്ര സിറ്റി ടൂറാണ്. ഈ പൊക്രേനെയാണ് നേപ്പാളിലെ ടൂറിസം ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കാരണം നേപ്പാളിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളും ഈ പൊക്രയ്ക്കടുത്താണ്. അപ്പോൾ നാച്ചുറൽ ബ്യൂട്ടി എൻജോയ് ചെയ്ത് ടൂറിസം എൻജോയ് ചെയ്യണമെങ്കിൽ, യാത്ര എൻജോയ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു സ്ഥലമാട്ടോ ഈ പൊക്ര. ഈ പൊക്രയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗൂർഖകൾ, ഇന്ത്യയിലും കേരളത്തിലടക്കമുള്ള ഗൂർഖകൾ, പിന്നെ നേപ്പാളി ആർമിയിൽ ഏറ്റവും കൂടുതൽ പേര്, പിന്നെ ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ നേപ്പാളികളെ ഇവിടുന്ന് ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഗൂർഖ റിസർവ് യൂണിറ്റ് എന്നൊക്കെ പറയുന്ന സെപ്പറേറ്റ് യൂണിറ്റ് ആർമിയുടെ ഈ പൊക്രയിൽ നിന്നാണ് ഉള്ളത്. നേപ്പാളിൽ പൊഖാരി എന്ന് പറഞ്ഞാൽ പോണ്ടെന്നർത്ഥം. ആ പൊഖാരി എന്നുള്ള വേർഡ് ഷോർട്ടായിട്ടാണ് പൊക്ര എന്ന് പറയാൻ കാരണം പൊക്രയിൽ ഒത്തിരി പോണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേപ്പാളിലെ ഈ പൊക്രേനെ സിറ്റി ഓഫ് പോണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ റോഡിന് താഴെ കാണുന്ന ലേക്കാണ് പെഹവ ലേക്ക്. പൊക്രയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ലേക്ക് കേട്ടോ ഈ പെഹവ ലേക്ക്. നമ്മൾ ഈ പെഹവ ലേക്ക് പോകുന്നത് വൈകുന്നേരമാണ്. ഈ പെഹവ ലേക്കിനോട് ചേർന്നിട്ടാണ് അന്നപൂർണ്ണ മൗണ്ടെയ്ൻസും ഉള്ളത്. ഇന്ത്യയിലും വിദേശത്ത് എവിടെ ചെന്നാലും നമുക്കിതുപോലെ സിറ്റി ടൂർ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ബസ്സുകളുണ്ട്. അങ്ങനെയുള്ള ബസ്സുകളിൽ ഇത് എനിക്കിന്ന് 1,200 രൂപയായുള്ളൂ. നേപ്പാളി കറൻസി 1,200 രൂപയായുള്ളൂ. ബസ് ട്രാവലേ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പൊക്രയിലുള്ള മെയിനായിട്ടുള്ള 7 സ്ഥലങ്ങളുണ്ട്. ഈ 7 സ്ഥലങ്ങളിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകും. 1,200 രൂപ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ അത് എക്സ്ക്ലൂഡാണ്. വാട്ടർ മറ്റ് ചിലവുകളെല്ലാം എക്സ്ക്ലൂഡാണ്. യാത്ര മാത്രം. ഈ നേപ്പാളിലേക്ക് യാത്ര ചെയ്യുമ്പം എല്ലാവരും ചെയ്തതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഗൂഗിളിലൊക്കെ ഞാൻ ഒത്തിരി കണ്ടതാണ് നേപ്പാൾ ഭയങ്കര ചീപ്പാന്ന്. പക്ഷേ നേപ്പാൾ ഒരിക്കലും അത്ര ചീപ്പല്ല കേട്ടോ. ഇന്ത്യയിലെ പൈസ റേറ്റ് എന്താണോ ഏകദേശം അതേ റേറ്റൊക്കെ തന്നെയാണ് നേപ്പാളിൽ. ഇവിടെ ട്രാവൽ ചെയ്യാൻ മാത്രം റേറ്റ് കുറവാണ്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യാൻ റേറ്റ് കുറവാണ്. പക്ഷേ നമ്മൾ എന്താ പറയണ്ടേ, ഹോട്ടലുകളും അത്യാവശ്യം എക്സ്പെൻസീവ് അല്ല. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഏത് ഹോട്ടലിൽ ചെന്നാലും എവിടെ ചെന്നാലും മിനിമം 150-200 നേപ്പാളി കറൻസി. ഇന്ത്യയിലെ ഭക്ഷണം 100 രൂപയാണെങ്കിൽ അതിനും അവിടെ 150 രൂപയാണ്. വലിയ മാറ്റമൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ 15 രൂപയ്ക്ക് കിട്ടുന്ന ഒരു കുപ്പി വെള്ളം ഇവിടെ നേപ്പാളിൽ 25 രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ വലിയ മാറ്റമൊന്നുമില്ല, ഏകദേശം ഒരു റേറ്റൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഈ പൊക്രയിൽ കാഠ്മണ്ഡുവിലും ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്ത്യയിലുള്ള ഒരു സിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സിറ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ പൊക്രയും കാഠ്മണ്ഡുവൊക്കെ ഇത്തിരി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൊക്രയിലെ ആദ്യത്തെ സ്പോട്ട് എത്താനായി. ആദ്യം നമ്മൾ പോകുന്നത് ഇവിടെ ഒരു കേവ് ഉണ്ട്, ഗുപ്തേശ്വർ കേവ്. ഫസ്റ്റ് ഗുപ്തേശ്വർ കേവ്, അതിന് തൊട്ട് ഓപ്പോസിറ്റാണ് ഡെവീസ് വാട്ടർഫാൾ. അപ്പം ആദ്യത്തെ നമ്മൾ പോകുന്നത് ഈ ഗുപ്തേശ്വർ കേവിലേക്കും പിന്നെ ഡെവീസ് ഫാളിലേക്കുമാണ്. ഇതൊന്നും പൊക്രയിൽ അധികം ദൂരത്തൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ പൊക്രയിൽ നിന്ന് ഒരു 10-15 കിലോമീറ്ററിന് ഉള്ളിലുള്ള സ്ഥലങ്ങളാണ് ഈ സിറ്റി ടൂറിൽ മൊത്തം ഇവർ കാണിക്കുന്നത്. അങ്ങനെ ബസ് നിർത്തി നമ്മുടെ ബസ്സിൻ്റെ യാത്രയിൽ ഇൻചാർജായിട്ടുള്ള ചേച്ചിയാണ് യാത്രയുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. കൃത്യം 1.5 മണിക്കൂറുണ്ട് ഇവിടെ. 1.5 മണിക്കൂറിനുള്ളിൽ എല്ലാം കണ്ടിട്ട് തിരിച്ചു വരണം. ആരെയും വെയിറ്റ് ചെയ്യില്ല. ഇങ്ങനെയുള്ള ഡയറക്ഷനൊക്കെയാണ് തരുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അധികം ഡയറക്ഷനൊന്നും കേൾക്കാൻ നിന്നില്ല. ജസ്റ്റ് ഒന്ന് കേട്ടു, നേരെ പുറത്തിറങ്ങി. ആദ്യം നടന്നു ഡെവീസ് ഫാളിലേക്കല്ല, നമ്മുടെ ഗുപ്തേശ്വർ കേവിലേക്ക്.